സ്വാമി ശരണം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിലോ അടുത്ത ആഴ്ചയോ നിങ്ങൾ റേസ് ചെയ്യണം. കാരണം എന്നെ പോലീസ് തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്നും എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് കോടതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച സത്യം പറയാൻ ഞാൻ കാണില്ല. ആ ജോലി നിങ്ങളെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരാം. അതായത് എന്റെ വിഷയം കൂടെ പറഞ്ഞിട്ട് കാര്യം ഇന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത് പോലീസുകാർ വീണ്ടും രാഹുൽ ഈശ്വറിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയിൽ ഓൾറെഡി അപ്രോച്ച് ചെയ്തു. അതിന്റെ ഹിയറിംഗ് തിങ്കളാഴ്ച ഉണ്ട്. ആദ്യത്തെ പോയിന്റ്, വേണമെങ്കിൽ എനിക്ക്, ഞാൻ ഇങ്ങനെ ചോദിക്കുകയല്ല, വേണമെങ്കിൽ എനിക്ക് ശബരിമല തന്ത്രിയോട് അനീതി ചെയ്തു, കള്ളക്കേസിൽ കുടുക്കി, പ്രതികാരമായി അന്നത്തെ ദേവസ്വം മന്ത്രി സി കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? പറ്റുമെങ്കിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഏതെങ്കിലും രീതിയിൽ CPM-നെ ഈ കേസുമായി ബന്ധിപ്പിക്കണം. അന്നത്തെ ദേവസ്വം മെമ്പർ 83 വയസ്സായ സ്ട്രോക്ക് വന്ന ഒട്ടും വയ്യാതെ കിടക്കുന്ന ശ്രീ ശങ്കർദാസിനെ കൂടി കേസിൽ കുടുക്കി ഉപദ്രവിക്കണം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. 95% ആൾക്കാരും BJP-യിലെയും കോൺഗ്രസിലെ ആൾക്കാർ അതാണ് പറയുന്നത്. തന്ത്രിയുടെ കാര്യം ഓക്കെ, ഇനി മന്ത്രിയെ കൂടെ അറസ്റ്റ് ചെയ്യണം, എന്തുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യണ്ട എന്ന്. അങ്ങനെ പറയുന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സ്വരമല്ല. അനീതിക്ക് മറുപടി കൂടുതൽ അനീതിയല്ല, കള്ളത്തിന് മറുപടി കൂടുതൽ കള്ളമല്ല. ഈ കേസ് നോക്കൂ, ഞാൻ ഫ്രണ്ട് പേജിൽ അതിന്റെ റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തിന്റെ അനുമതി ചോദിച്ചില്ല എന്ന് പറഞ്ഞൊരു തന്ത്രിയെ അറസ്റ്റ് ചെയ്യുക. ദൈവത്തിന്റെ അനുമതി റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന അതേ വാചകങ്ങളാണ്. ഞാൻ ഇനിയും അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ TV നിന്നായിരിക്കും റിമാൻഡ് റിപ്പോർട്ട് കാണുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ കോപ്പിയുടെ ഒറിജിനലും ആ റിമാൻഡ് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളും അതിന്റെ സാധാരണ മലയാളവുമാണ്. ഞാൻ വെറുതെ ഒന്ന് വായിക്കാം, പ്രത്യേകിച്ച് നിങ്ങൾ അറിയാനാണ്. ദേവന്റെ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ DT എന്നാണ് നമ്മൾ പറയുന്നത്. ദേവന്റെ അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല, താന്ത്രിക നടപടിക്രമങ്ങൾ പാലിച്ചില്ല. SIT-കാര് അയ്യപ്പ മൊഴി കൊടുത്തു, ദൈവത്തിന് അനുമതി കിട്ടിയില്ല. പറയുന്ന കള്ളങ്ങൾക്ക് എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ? അയ്യപ്പന്റെ അനുമതി കിട്ടിയില്ല എന്ന് SIT-കാർക്ക് എങ്ങനെ മനസ്സിലായി? അയ്യപ്പ മൊഴി കൊടുത്തു. അതായത് അയ്യപ്പനും അവിടുത്തെ തന്ത്രിയും അല്ലെങ്കിൽ ഏതൊരു അമ്പലത്തിലെ മൂർത്തിയും അവിടുത്തെ പുരോഹിതനും അല്ലെങ്കിൽ പ്രീസ്റ്റോ തന്ത്രിയും തമ്മിലുള്ള ധ്യാനത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അല്ലെങ്കിൽ അയ്യപ്പന് ഇമെയിൽ അയക്കുകയല്ല ചെയ്യുന്നത്. പകരം ദേവന്റെ അനുമതി കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടിയെന്ന് പറയാനുള്ള ഏക അധികാരമുള്ള ആള് തന്ത്രിയാണ്. അപ്പം ദേവന്റെ അനുജ്ഞ എന്ന് പറഞ്ഞ അനുമതി എടുത്താൽ മതി, അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടിക്രമങ്ങൾ പാലിക്കാതെയും പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് അറിവുള്ള, അതായത് ആര് പുറപ്പെടുവിച്ചിട്ടുള്ളത്? ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന അറിവുള്ള രാജീവ് തന്ത്രി ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. ആചാര കാര്യങ്ങളിലെ അന്തിമ തീരുമാനം എടുക്കേണ്ട തന്ത്രി അപ്രകാരം പ്രവർത്തിച്ചില്ല. ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് മുതലുകൾ കൈമാറുന്നത് തടയാൻ നടപടി സ്വീകരിക്കാതെ വീഴ്ച വരുത്തി. അതായത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്ത്രി പാലിച്ചു. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരം അങ്ങനെ കൊടുത്തുവിടുന്ന തടഞ്ഞില്ല. ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ഉത്തരവിട്ടാൽ തന്ത്രിക്ക് എതിർ പറയാൻ പറ്റൂ? യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പെട്ടെന്ന് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തെങ്കിലും എഴുതി തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? കേസിന്റെ മെറിറ്റിലേക്ക് 2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, എല്ലാ അമ്പലങ്ങളിലും അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ടതാണ്, എല്ലാ അമ്പലങ്ങളിലും 2 തരത്തിലാണ് അതിന്റെ അധികാര ഘടന. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, സെക്കുലർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഭരണപരിധിയാണ്. ആത്മീയ കാര്യങ്ങൾ, ആചാര കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഭരണപരമായ കാര്യത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞ് ആചാര കാര്യങ്ങളിൽ അധികാരമുള്ള തന്ത്രിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, എനിക്കങ്ങനെ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ 2026 ഇലക്ഷന് വേണ്ടി ഒരു ഇലക്ഷൻ പ്രതിരോധ ക്യാമ്പയിനാണ് യഥാർത്ഥത്തിൽ ലോഞ്ച് ചെയ്തത്. അതായത് CPM-നെതിരെ വരുന്ന അല്ലെങ്കിൽ അവരുടെ പാർട്ടിയോട് ബന്ധപ്പെട്ടവർക്കെതിരെ വരുന്ന വാദങ്ങളെ അല്ലെങ്കിൽ എതിർ സ്വരങ്ങളെ ശ്രദ്ധ തിരിക്കാനും തന്ത്രിയെ ബലിയാടാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാനും തന്ത്രിയെ ബലിയാടാക്കി ശ്രദ്ധ മാറ്റാനും ഉള്ളൊരു ശ്രമമല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്നത്? നിങ്ങളൊന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ. 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട് ഹൈക്കോടതിയുടെ, ഒന്നിൽ പോലും തന്ത്രിയെക്കുറിച്ച് നെഗറ്റീവായി പരാമർശിച്ചിട്ടില്ല. 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. ഈ കേസിലെ പരാതിക്കാരൻ ഹൈക്കോടതിയാണല്ലോ. ജസ്റ്റിസ് രാജ വിജയരാഘവൻ സാറും ജസ്റ്റിസ് ജയകുമാർ സാറും സ്വമോട്ടു എടുത്ത സ്വമേധ